ഓക്കെ, അപ്പം എന്താണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്? കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ. ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? ഇന്നലെ 3:30. 3:30, 3.5 കിടന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഉറങ്ങി. കമോൺ ഗൈസ്, പഠിക്കാം. എന്താണ്, എത്ര ചാപ്റ്റർ കഴിഞ്ഞു? ഇനി എനിക്ക് 2 ഓർഗാനിക് നോക്കാനുണ്ട്, ആൽക്കഹോളും ആൽഡിഹൈഡിൻ്റെ ചാപ്റ്ററും. ബാക്കി ഒരുവിധം തീർത്തു. 3:30, 11 മണിക്ക് വേക്കപ്പ്. 3:30. ഞാൻ ഇന്നലെ 3:30 കിടന്നത്. എന്നിട്ട് ഒരു 7 മണിക്കായപ്പോൾ എണീറ്റു. ഞാൻ വെറുതെ നാപ്പ് പോലെ എടുത്തിട്ട് എണീക്കാന്ന് വിചാരിച്ചാൽ അത് ഇനി ഒരു 6 മണിയാകുമ്പോൾ എനിക്ക് പിന്നെയും നോക്കാന്ന് വെച്ചു. ഡോണ്ട് ടേക്ക് ടു മച്ച് സ്ട്രെസ്. തീരണ്ടേ ഇത് കുറച്ച് ദിവസം കൂടി ഇല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോട്ടെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇരുന്ന് തീർത്ത് 1 അവറിൻ്റെ ഉള്ളിൽ ചാപ്റ്റർ തീരും. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള ആദ്യം നെയിം റിയാക്ഷൻസ് എല്ലാ ചാപ്റ്ററിൻ്റെയും പഠിച്ചതിന് ശേഷം എല്ലാ ചാപ്റ്ററിനെയും ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളൊരു മൈൻഡിലാണിപ്പോൾ. കാരണം നെയിം റിയാക്ഷൻസ് ആണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ അതാദ്യം 2 ചാപ്റ്ററിൻ്റെ അറിഞ്ഞിരുന്നാൽ തന്നെ വലിയൊരു പോർഷൻ തീരും നമ്മുടെ. അത് എഴുതി പഠിക്കുക തന്നെ വേണം. അതെ, പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പഠിക്കാം. അപ്പോൾ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ 1 - n L⁻n−1 ആൻഡ് S⁻−1. അപ്പോൾ 0 ഓർഡറിൻ്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ n 0 ആയി, എന്നിട്ട് ആ 0 ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മോൾ റേസ് ടു 1 - 0 വരും. അപ്പോൾ മോൾ റേസ് ടു 1, L⁻⁻1, S⁻⁻1. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ 0 ആയിപ്പോയി. അപ്പോൾ എന്തായി? S⁻⁻1 മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓർഡറിൽ എന്നിന് 2 ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇൻ്റഗ്രേറ്റഡ് ലോ ഇക്വേഷൻ ഫോർ 0 ഓർഡർ റിയാക്ഷൻ. ഇൻ്റഗ്രേറ്റഡ് rate law equation for a 0 order reaction. For a first order reaction, the rate of a reaction is directly proportional to the concentration of reactant. Rate of a reaction K. Rate of a reaction R ആണ്. Rate of a reaction is directly proportional to the concentration of reactant. Reactantൻ്റെ concentration എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, reactants to products. R is equal to R0 minus KT. R is equal to R0 minus KT. ഇത് ഏത് ഫോമിൽ എടുക്കണം? Y is equal to C plus mx. ടൈം ഗ്രാഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. 0 ഓർഡർ റിയാക്ഷൻ R is equal to R0 minus KT. R is equal to എന്താണ്? റിയാക്ഷൻ R is equal to R0 minus KT. നമുക്ക് K കണ്ടുപിടിക്കണം. K is equal to R0. Kനെ ഇവിടെ നിർത്തിയ ബാക്കി -R -T. എന്തുണ്ടായത്? ടീനെ Kനെ അപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ R0 -R/T. K. എത്ര ചാപ്റ്ററായോ? ഓർഗാനിക് തീർത്തോ? ഇല്ല, ഓർഗാനിക് ഇന്ന് ഫുള്ള് തീർക്കണം. ബാക്കി ഇനിയിപ്പോൾ ഈ ചാപ്റ്ററും കൂടി എനിക്ക് ഇനോർഗാനിക്കിൽ തീർക്കാനുള്ളൂ. പിന്നെ ഇലക്ട്രോകെമിസ്ട്രി ഞാൻ പഠിച്ചിട്ടില്ല. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോകണുള്ളൂ. ദാറ്റ്സ് മൈ പ്ലാൻ.
ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, പിന്നെ ഹാഫ് ലൈഫാണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് കെ ടി. കെ ഇസ് ഇതാണ് പഠിക്കേണ്ടത്. ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് കെ ടി. ഓക്കെ. അപ്പോൾ ആർ സീറോ ആറ് ടി, ഈ ഇനീഷ്യൽ പോയിന്റിന് ആർ സീറോ എന്നാണ് പറയുന്നത്. സ്ലോപ്പ് ഇസ് ഇക്വൽ ടു മൈനസ് കെ. ആറ് ഇവിടെ ആർ സീറോ, സ്ലോപ്പ് ഇസ് ഇക്വൽ ടു മൈനസ് കെ. ഇവിടെ ആർ സീറോ, സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് പറഞ്ഞു? ഫോർ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ, ആർ ഇസ് ഇക്വൽ ടു ആർ സീറോ മൈനസ് കെ ടി, കെ ഇസ് ഇക്വൽ ടു ആർ മൈനസ് ആർ സീറോ ബൈ ടി. ആർ സീറോ മൈനസ് ആർ, അതായത് ടി ഇവിടെ മൈനസിലാണ് കിടക്കണൊക്കെ, അപ്പോൾ കേനെ പുറത്തേക്ക് കൊണ്ടുവരണം. കെ ഇസ് ഇക്വൽ ടു ആർ സീറോ മൈനസ് ആർ ഡിവൈഡഡ് ബൈ ടി. ഓക്കെ. ആർ ഇസ് ഇക്വൽ ടു ആർ സീറോ മൈനസ് കെ ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് വരയ്ക്കണത്? ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ആർ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്, അവിടെ ആർ നോട്ട്, പിന്നെ ഇവിടെ ടി. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കെ ആണ്. ഓക്കെ. ഇനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. ഇവിടെ അതന്നെ ഉണ്ടായത്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. കൺസിഡർ ദ ഫസ്റ്റ് ഓർഡർ reactants to products. ln natural log r is equal to ln r naught minus kt. ഇവിടെ വെറുതെ നമ്മൾ ആറും ആർ നോട്ടും എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ നാച്ചുറൽ ലോഗാണ് എടുക്കുക. സോ എന്താണ് ln r, natural log r is equal to ln r naught minus kt. That is log എടുക്കുക. log r is equal to log r naught minus kt by 2.303. അപ്പോൾ k എന്തായി? k is equal to, kനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 2.303 by t log r naught by r. k എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായി? സ്ലോപ്പ് വരയ്ക്കുക. ഇവിടെ ln r, ഇവിടെ ln r നോട്ട്, ഇവിടെ ടി, സ്ലോപ്പ് മൈനസ് കെ. നമ്മൾ ലോഗ് എടുത്ത് വരയ്ക്കുമ്പോൾ സ്ലോപ്പിന് വ്യത്യാസം വരും. ഇവിടെ ലോഗ് സാധനങ്ങളൊക്കെ തന്നെ, ലോഗ് ആറ്, ഇവിടെ നിങ്ങളുടെ ഇവിടെ ലോഗ് ആർ നോട്ട്, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഇസ് ഇക്വൽ ടു മൈനസ് കെ ബൈ 2.303 വരും. മൈനസ് കെ 2.303. ഇനി ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷനാണ് അടുത്ത പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ നാച്ചുറൽ ലോഗ് വെച്ചിട്ടും പഠിച്ചു, സാധാരണ ലോഗ് വെച്ചിട്ടും പഠിച്ചു. നാച്ചുറൽ ലോഗ് വെച്ചിട്ടും പഠിച്ചു, സാധാരണ ലോഗ് വെച്ചിട്ടും പഠിച്ചു. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ln r, മറ്റേതുപോലെ തന്നെ r എടുക്കുക. അപ്പോൾ ln r നോട്ട് മൈനസ് കെ ടി വരും. ലോഗ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ log r ഇസ് ഈക്വൽ ടു log r നോട്ട് മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ 2.303. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? കെനെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ഓക്കെ. അപ്പോൾ എന്തായി?
ഇവനെ മുകളിലേക്ക് എടുത്തു, ടി താഴെ വന്നു, കെനെ അപ്പുറത്തേക്ക് എടുത്തു, ലോഗ് ആർ നോട്ട് മൈനസ് ലോഗ് ആർ വരും. അപ്പം എന്തായി? ആർ നോട്ട് ബൈ ആർ ആയി. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഒന്നുകൂടി എഴുതിക്കോ. ln നാച്ചുറൽ ലോഗ് ആർ ഇസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ആർ നോട്ട് മൈനസ് കെ ടി നാച്ചുറൽ ലോഗ് കെ ടി. ഓക്കെ, അത് കിട്ടിയില്ലേ? ഇനി കെയുടെ വാല്യൂ എഴുതണം. കെ ഇസ് ഈക്വൽ ടു കെനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ln ആർ നോട്ട് മൈനസ് ln ആർ ബൈ ടി. ഇവിടെ നമുക്ക് എന്ത് വേണം? ഇത് നാച്ചുറൽ ലോഗിലാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് ലോഗറിതമത്തിലാക്കണമെങ്കിൽ ലോഗ് ആർ ഇസ് ഈക്വൽ ടു ലോഗ് ആർ നോട്ട് മൈനസ് കെ ടി ഡിവൈഡഡ് ബൈ 2.303. അപ്പോൾ നമുക്ക് കെയുടെ എക്സ്പ്രഷൻ കിട്ടേണ്ടത് എങ്ങനെയാണ്? 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് ആർ നോട്ട് ബൈ ആർ. മൈനസ് വരുമ്പോൾ ലോഗ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ലോഗ് ബി, ലോഗ് എ ബൈ ബി. ഓക്കെ, അപ്പോൾ അത് കിട്ടിയില്ലേ? ലോഗിൻ്റെ ഇത് കിട്ടി. നാച്ചുറൽ ലോഗിൻ്റെ സ്ലോപ്പ് മൈനസ് കെ ആണെങ്കിൽ മറ്റേതിൻ്റെ സ്ലോപ്പ് മൈനസ് കെ ബൈ 2.303 ആണ്. ഓക്കെ, എല്ലാവർക്കും വെൽക്കം. എല്ലാവരും ഇരുന്ന് പഠിക്കുക. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പഠിക്കുക. സമയം ആർക്കും കളയാനില്ല, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാണ്ടിരുന്ന് പഠിക്കണം കേട്ടോ. എല്ലാവരും പഠിച്ചോ, നന്നായി പഠിക്കുക. ഓക്കെ, ഇനി ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, ദാറ്റ് ഈസ് ടി ഹാഫ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, അതായത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് റെഡ്യൂസ് ടു ബി 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതിനെയാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ഒരു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അതിൻ്റെ പകുതി ആവാൻ എടുക്കുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് അത് പകുതി ആവാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. നിങ്ങൾക്കിത് ഇത് മനസ്സിലാക്കിയിട്ട് എഴുതാൻ കിട്ടില്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചെഴുതാം. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് എ ടൈം ടേക്കൺ. എന്തിന്? ടൈം ടേക്കൺ ഫോർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു half life of a reaction is a time taken for the concentration of a reaction അല്ല, concentration of റിയാക്റ്റൻ്റെ കാര്യം മാത്രം പറയാനുള്ളൂ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ആരെടുക്കേണ്ടത്? ടൈം ടേക്കൺ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. എന്തിനാണ് എടുക്കണം എന്തിന്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എന്താവാൻ? ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് അത് പകുതിയാവാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ടൈം ടേക്കൺ ഫോർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. എന്തിന്? ഈസ് റെഡ്യൂസ്ഡ് ടു ബി 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. 1/2 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടി ഹാഫ്. ഇനീഷ്യൽ ടൈമിൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ ടി ആണെങ്കിൽ കുറച്ച് ഒരു സമയം കഴിയുമ്പോൾ അത് ടി ഹാഫ് ആവുന്നു. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ ആറാണെങ്കിൽ റിയാക്ഷൻ കഴിയുമ്പോൾ ഇനീഷ്യൽ നിന്ന് അടുത്തതിലേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ മാറാണ് R0/2 ആണ് ആവണത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ time taken for half life of a reaction is the time taken for എന്തിന്? concentration of reactant is reduced to 1/2 of പകുതിയായി 1/2 of its initial concentration. It is represented by T half. ഒന്നുകൂടി പറഞ്ഞോ. The half life of a reaction is the time taken by ആര്? time taken for എന്തിന്? time taken for the concentration of reactant എന്തിനാ? to reduce 1/2 of its initial concentration. Reduced to 1/2 of its initial concentration. It is represented by T half. Okay, അപ്പോൾ T half ആവുമ്പോൾ R0/2 ആയി. ഓക്കെ.
ഇനി ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ കെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, R0 മൈനസ് R ഡിവൈഡഡ് ബൈ ടി. സോ ടി ഈസ് ഈക്വൽ ടു R0 മൈനസ് R ബൈ കെ വരും. അപ്പോൾ ടി ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആവണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് ഇത്ര ടൈമിൽ R0/2 ആയിരിക്കും. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു R0 തന്നെ, പക്ഷെ ആർ എന്തായി, R0/2 ആയി, ഡിവൈഡഡ് ബൈ കെ. സോ R0/2k എന്നായി. ടി ഹാഫ് R0/2k എന്നായി. ഏത് സീറോ ഓർഡർ റിയാക്ഷന്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എന്താണ്, കെ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പഠിച്ചു, R0 മൈനസ് ആർ എന്ന് പഠിച്ചു. എന്നാൽ ടി ഇസ് ഈക്വൽ ടു R0/R/T. ടി ഇസ് ഈക്വൽ ടു R0 മൈനസ് ആർ ഡിവൈഡഡ് ബൈ കെ. ഇനി ടി ഹാഫിൽ എന്ത് സംഭവിക്കുക, ടി ഹാഫ് ആവുന്ന സമയത്ത് ആർ എന്ന് പറയുന്നത് R0/2 ആവും. ദാറ്റ് ഈസ് R0 മൈനസ് R0/2 ഡിവൈഡഡ് ബൈ കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു R0/2k അല്ലേ? യെസ്, R0/2k ടി ഹാഫ്. അപ്പോൾ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇത് കിട്ടി. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് ടി ഹാഫ് ഇസ് ഈക്വൽ ടു എന്താണ്, R0/2k ആണ്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0/2k. ഉറപ്പിച്ച് വെക്കാം, ടി ഹാഫ് എന്ന് പറയുന്നത് R0/2k ആണ്. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ ലോഗ് വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 2.303/T ലോഗ് ഏതാ, R0/R. R0/R. ഇവിടെ R എന്ന് പറയുന്നത് എന്താ, R0/2 ആയി. സോ ടി ഈസ് ഈക്വൽ ടു 2.303 ഈ ടി അങ്ങോട്ട് പോയി, സോ കെ അങ്ങോട്ട് വന്നു, ലോഗ് R0/R. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303/k ലോഗ് R0/R. R എന്തായിന്നാ പറഞ്ഞേ, R0/2 ആയി. അപ്പോൾ R0/2 ആയി. ഈ 2 മുകളിലേക്കും R0 കട്ടായിപ്പോയി. അപ്പോൾ എന്തായി, 2.303/k ലോഗ് 2 എന്ന് വന്നു. അപ്പോൾ ടി ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് 0.693 ഡിവൈഡഡ് ബൈ കെ. അപ്പോൾ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ R0 ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ R0 ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ സീറോ ഓർഡർ റിയാക്ഷനിൽ R0 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടി ഹാഫ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു, R0 ഡിവൈഡഡ് ബൈ 2k ആയിരുന്നു. എന്നാൽ ഇവിടെ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ ലോഗ് 2 എന്ന് പറയുന്നത് 0.3010 ആണ്. അതുകൊണ്ട് തന്നെ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693. 6ൻ്റെ ഡബിൾ എന്നല്ല, 6ൻ്റെ മൾട്ടിപ്പിൾ 6 കഴിഞ്ഞ് 9, 6ൻ്റെ താഴെ 3 അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 0.693/k. സോ R0 ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. ഫസ്റ്റ് ഓർഡർ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. ഇനി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്. അരീനിയസ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആക്ടിവേഷൻ എനർജി കുറച്ചും കൂടി ഉള്ളൂ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ. ഈ റിയാക്ഷൻസിനെ കാണുമ്പോൾ നമുക്ക് ഹയർ ഓർഡർ ആയിട്ട് തോന്നും. ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ശരിക്കും ഫോളോ ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അപ്പോൾ എന്താ, ദീസ് റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ ആയിട്ട് തോന്നും, അപ്പിയർ ചെയ്യുമ്പോൾ തോന്നും. ദീസ് ആർ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ higher order, but actually it follows first order kinetics. In this reaction, the concentration of one of the reactant is large excess. ഒരു റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്റ്റൻസ് ഏതെങ്കിലും ഒരെണ്ണം ലാർജ് എക്സസ് ആയിരിക്കും. ആൻഡ് സോ ഇറ്റ്സ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡസ് നോട്ട് എഫക്റ്റ്
ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അതായത് ഒരെണ്ണം നമുക്ക് ലാർജറായിട്ട് തോന്നും, അതുകൊണ്ടാണ് നമുക്കത് വലിയ ഓർഡർ ആയിട്ടുള്ള റിയാക്ഷനായിട്ട് തോന്നണേ. പക്ഷെ അത് ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദീസ് reactions which appear to follow higher order. Appear ആവുന്നത് എങ്ങനെയാ? ഹയർ ഓർഡർ ആയിട്ടാണ്. ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഇൻ ദീസ് റിയാക്ഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്ടൻറ്റ്, ഏതെങ്കിലും ഒരു റിയാക്ടൻറ്റ് ഈസ് ലാർജ് എക്സസ് ആയിരിക്കും. ഓക്കെ, ഈ റിയാക്ഷൻസിൽ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ലാർജ് എക്സസ്, ഭയങ്കര വലുതായിരിക്കും. ആൻഡ് സോ ഇറ്റ്സ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ഏതെങ്കിലും ഒരെണ്ണം വലുതായിരിക്കും, പക്ഷെ അതിൻ്റെ ചേഞ്ച്, സോ ഇറ്റ്സ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡസ് നോട്ട് എഫക്ട്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അതിൻ്റെ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഡസ് നോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, ആ റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഹലോ, ഐ ഹാവ് സം ഡൗട്ട് അബൌട്ട് ഇലക്ട്രോകെമിസ്ട്രി. ബ്രോ, ഞാൻ ഇലക്ട്രോകെമിസ്ട്രി പഠിച്ചിട്ടില്ല, സോ എനിക്കത് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഇലക്ട്രോകെമിസ്ട്രി ഞാൻ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകാനാണ് പ്ലാൻ. അതിൽ മറ്റേ സെൽ റെപ്രസെൻറ്റേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ മറ്റേ ബാറ്ററീസും, പിന്നെന്താ അവിടെ ഉള്ള പിന്നെ അവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും, അതൊക്കെ അറിയാം. അതൊക്കെ തന്നെ ഞാൻ പഠിക്കണമല്ലോ, അല്ലാണ്ട് അധികമൊന്നും ഞാൻ ആ ചാപ്റ്റർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് പറ്റില്ല ആ പാഠം പഠിക്കാൻ. ഇനിയിപ്പോൾ അത് ഒന്നേമൊന്ന് തുടങ്ങാൻ വയ്യ. സെൽ റെപ്രസെൻറ്റേഷനും ഇതൊക്കെ നോക്കിയിട്ട് പോകണം. ഇൻ കേസ് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും എഴുതാൻ കിട്ടാണ്ട് വന്നാൽ അത് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ദീസ് ആർ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ, ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോ എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഇൻ ദിസ് റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ലാർജർ എക്സസ്, ആൻഡ് സോ ആസ് ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡസ് നോട്ട് എഫക്ട്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അവരുടെ ഒരെണ്ണത്തിന് ഒരു റിയാക്ടൻറ്റ്, വൺ ഓഫ് ദ റിയാക്ടൻറ്റ് ഈസ് ലാർജ് എക്സസ്, ആൻഡ് so its change in concentration does not affect the rate of a reaction. അതിൽ മെയിൻലി രണ്ടെണ്ണമാണ് വരുന്നത്, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററും ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററും ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. CH3 COO C2H5, അതായത് CH2CH3 പ്ലസ് H2O. അപ്പം എന്തുണ്ടാവും? പ്ലസ് H പ്ലസിൻ്റെ ഫോമിൽ CH3 COO H പ്ലസ് CH3 CH2 OH ആവും. H പ്ലസും OH മൈനസും ആണ് ആവുക, H പ്ലസും OH മൈനസും. അപ്പം എന്തുണ്ടാവും? CH3 COOHും CH3 CH2OHും വരും. R = K × CH3 COO C2H5. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത് CH3 COO CH2CH3 പ്ലസ് H2O ഇൻ ദ പ്രസൻസ് ഓഫ് H പ്ലസ്. അപ്പോൾ എന്തുണ്ടാവും? ഇവിടുന്ന് ബ്രേക്ക് ആവും. സോ CH3 COOHും CH3 CH2OH ആവും. R = K × CH3 COO CH2 CH3 അങ്ങനെ വരും. ഇനി ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആണ് അടുത്തത്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിൽ എന്താണ് സംഭവിക്കണത്? C12H22O11ലേക്ക് നമ്മൾ വാട്ടർ ഒഴിക്കുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് H പ്ലസ് C12H22O11 C12H22O11 plus H2O gives
C6H12O6 plus C6H12O6. K is equal to C6H22O11. ഓക്കെ, അതങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. അടുത്തതായിരുന്നു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ? മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സലറേറ്റഡ് ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. It is found that the chemical reaction when the temperature increased by ഒന്നെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസോ 10 കെൽവിനോ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് നിയർലി ഡബിൾഡ്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താവും? ഡബിൾ ആവും. NCERT ക്വസ്റ്റ്യൻസ് ചെയ്തു. യെസ്, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കേട്ടോ, ഈ ചാപ്റ്ററിൻ്റെ അല്ല, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒക്കെ തന്നിരുന്നു. അത് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഇതാണല്ലോ മെയിൻലി എപ്പോഴും വരാറെന്ന് പറഞ്ഞിട്ടാണ് മിസ് തന്നത് ഇത് ക്വസ്റ്റ്യൻസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇതില്ല, ക്രിസ്മസ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ അല്ലല്ലോ, ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എടുത്തോ. സ്ക്രീൻഷോട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. മനസ്സിലാവണ്ടോ എഴുതിയത്? വെയിറ്റ് മിനിറ്റ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു മിനിറ്റ് അപ്പോൾ കാണിച്ചു തരാം. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അതെ, ഇത് പൈയൂറിയ, ഇത് അവിടുത്തെ 9th ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ഉത്തരം ഇത് നോക്കിക്കോളൂ. പൈ വി ഇസ് ഈക്വൽ ടു NRT. അതിൽ പിന്നെ മറ്റേ വാൻ ഹോഫ് ഫാക്ടർ എടുത്തിട്ട് വാൻ ഹോഫ് ഫാക്ടർ എടുത്തിട്ട് നോക്കണ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, പൈ വി ഇസ് ഈക്വൽ ടു INRT ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതന്നെയുള്ളൂ. പിന്നെ ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇത് ചെയ്തേക്കണതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രോളിസിസ് ഓഫ് ആരുടെ പഠിച്ചു? ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററും പിന്നെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറും പഠിച്ചു. ഇനി നമുക്ക് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ. മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ആക്സലറേറ്റഡ് ബൈ increase in temperature. It is found that a chemical reaction when a temperature is increased by 10 degrees Celsius or 10 Kelvin, the rate of a reaction അല്ലെങ്കിൽ rate of a reaction and a rate constant is nearly doubled. ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രിയോ 10 കെൽവിനോ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഏകദേശം ഡബിൾഡ് ആവും. ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ എന്താ പറഞ്ഞത്? K is equal to AE raised to minus EA by RT. K is equal to മിക്കവാറും നാളത്തെ എക്സാമിൽ അറീനിയസ് ഇക്വേഷൻ ചോദിക്കാൻ ചാൻസ് കാണുന്നു, മേ ബി ചോദിക്കാം. അറീനിയസ് ഇക്വേഷൻ ഒരു അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അറൗണ്ട് 10 മാർക്സിന് ഈ ചാപ്റ്റർ എന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ മോഡൽ എക്സാമിന്. അല്ലെങ്കിൽ ഈ എഫക്റ്റ് കാറ്റലിസ്റ്റിൻ്റെ ഈ ഗ്രാഫില്ലേ, ഈ ഗ്രാഫ് ചോദിക്കും തോന്നുന്നു. ഈ പേജിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ചോദ്യം വരാൻ ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രോബ്ലം, ഈ ആക്ടിവേഷൻ എനർജിയുടെ പ്രോബ്ലം ഉണ്ട്, log K2/K1 ഉപയോഗിച്ചിട്ട്, അതായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് വരാൻ ഞാൻ ചാൻസ് കാണുന്നു. ഇത് വളഞ്ഞിരിക്കണതാണ്, ഒരു മിനിറ്റ്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ കാണാം. ഓക്കെ,
അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻസ് ഓഫ് എ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ അരീനിയസ് ഇക്വേഷൻ. അരീനിയസ് ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു മനുഷ്യൻ എന്താ പറയണേ, എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. എ ഇ റേസ് ടു എ ഐ ഒ യു ആർ ആലോചിക്കാം. എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. എന്താ പറഞ്ഞു തരേണ്ടത്? സ്പാം ഹിയർ. എന്താ പറഞ്ഞു തരണ്ടേ? പറഞ്ഞുതരോ? എന്താ? Arrhenius equation, that is k is equal to a e raised to minus a by rt. ഇതിൽ ഓരോന്ന് എന്താ നോക്കാം. കെ ഇസ് ഇക്വൽ ടു, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അരീനിയസ് ഇക്വേഷൻ മാത്രം ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതണം. ആൽഡിഹൈഡ്സിൽ ഇമ്പോർട്ടൻ്റ് അതിൽ കുറേ ഇതുകളുണ്ടല്ലോ, നെയിം റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു പേജിൽ എഴുതി, ഒരു മിനിറ്റ്. ആ പേജ് എവിടെ പോയി എന്ന് കാണാനില്ല. ഒരു പേജിൽ ഞാൻ നെയിം റിയാക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, അപ്പം എങ്ങനെ നോക്കും ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൽ മാർക്ക് ചെയ്തല്ലോ. ആൽഡിഹൈഡ് അല്ലേ? ആൽഡിഹൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോസൻമൺ റിഡക്ഷൻ, സ്റ്റീഫൻ റിഡക്ഷൻ, എറ്റാഡിൻ്റെ ഇതുണ്ട്, ഗാറ്റർമാൻകോച്ച്, ക്ലെമൻസൺ, വോൾഫ് കിഷ്ണർ, ടോളൻസ് ടെസ്റ്റ്, ഫെയിലിങ്സ് ടെസ്റ്റ്, പിന്നെ ബോർഷ്യസ് റിയാക്ഷൻ ഉണ്ട്, ഹെൽവോൾഹാഡ് ഉണ്ട്, ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ ക്രോസ് ആൽഡോള്, ഹാലോഫോം ഓർ അയഡോഫോം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അതിലത്തെ. ഹെൽവോൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കണം ഇതൊക്കെ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഇരുന്ന് പഠിക്കാൻ. 8:30 കഴിയില്ലേ, 9 മണി വരെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ള സമയം. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ എനർജി കെ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ്, എ എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ, ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി, ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇന്നലെ ഒരെണ്ണം പഠിച്ചു, 0.0821 ആണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത്. 0.0821, യെസ് കറക്റ്റ്. അത് എവിടെയെങ്കിലും എഴുതി വെക്കാമായിരുന്നു ഗൈസ്. ഇവിടെ എഴുതി വയ്ക്കാം, 0.0821 R. ഓക്കെ, ആദ്യം അതിലത്തെ നെയിം റിയാക്ഷൻസ് എല്ലാതും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നെയിം റിയാക്ഷൻസൊക്കെ പഠിച്ച് നല്ല തറവായി കഴിഞ്ഞാൽ അതിലത്തെ ബാക്കിയുള്ള റിയാക്ഷൻസൊക്കെ പഠിക്കുക. അതായിരിക്കും നല്ലത്. കാരണം അതിൽ നിന്ന് മെയിൻലി വരുന്നത് ആ നെയിം റിയാക്ഷൻസ് തന്നെയാണ്. ആൽഡോൾ കണ്ടൻസേഷനും ക്രോസ് ആൽഡോളും അതൊക്കെ തന്നെയാണ് വരുന്നത്. ഫെയിലിംഗ് ടെസ്റ്റ്, ടോളൻസ് ടെസ്റ്റ് അതൊക്കെ വരിക മെയിൻലി. അപ്പോൾ അതാദ്യം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാം. ഓക്കെ, കെ ഇസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അപ്പോൾ കെ എന്താണ്? റേറ്റ് കോൺസ്റ്റൻറ്റ്. എ എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ ആണ്. ഇ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ, പിന്നെ ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ. ഓക്കെ, ആക്ടിവേഷൻ എനർജി ഇ. According to Arrhenius, the chemical reactions occurs by collision of reactant molecules. അരീനിയസ് എന്താ പറയണേ? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് എപ്പോഴാണ്? റിയാക്റ്റൻസ് നമ്മൾ കൂട്ടിയിടിക്കുമ്പോഴാണ് എന്ത് നടക്കണേ?
കെമിക്കൽ റിയാക്ഷൻ നടക്കണേന്നാണ് പറയണേ. ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്, പ്ലീസ് സെൻഡ് മീ ദ മെസ്സേജ്. ഐ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. അപ്പോൾ എന്താണ് ആക്ടിവേഷൻ എനർജി? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു അരീനിയസിൻ്റെ കൺസെപ്റ്റിൽ കെമിക്കൽ കൊളീഷൻ ഒക്കേഴ്സ് നടക്കേണ്ടത് എപ്പോഴാണ്? അത് കൊളീഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂട്ടിയിരിക്കുമ്പോൾ, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൂട്ടിയിരിക്കുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അക്കോർഡിംഗ് ടു അരീനിയസ് എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് ബൈ കൊളീഷൻ ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ്. എത്ര പഠിച്ചിട്ടും ഒരു കോൺഫിഡൻസ് ഇല്ല. അത് നമുക്ക് പരീക്ഷ ഹാളിലെത്തുമ്പോൾ നമുക്ക് എഴുതാൻ കിട്ടും. ഡോണ്ട് വറി, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എഴുതാൻ കിട്ടും. ഓക്കെ. All the molecular collisions are not effective. For effective collision, the colliding molecules should have a minimum kinetic energy called activation energy. അപ്പോൾ എന്താ പറയണേ? ഓൾ ദ മോളിക്കുലാർ കൊളീഷൻസ്, എല്ലാ മോളിക്കുലാർ കൊളീഷൻസും എഫക്റ്റീവ് അല്ല. പക്ഷേ ഒരു എഫക്റ്റീവ് കൊളീഷന് കൊളൈഡിങ് മോളിക്യൂൾസിന് ഒരു മിനിമം കൈനറ്റിക് എനർജി ആവശ്യമാണ്. ആ മിനിമം കൈനറ്റിക് എനർജീനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അരീനിയസ് എന്താ പറഞ്ഞത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഒക്കോഴ്സ് ചെയ്യണമെങ്കിൽ കൊളീഷൻ ഓഫ് റിയാക്റ്റിംഗ് മോളിക്യൂൾസ്, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിരിക്കണം. എന്നാലാണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. എല്ലാ മോളിക്കുലാർ കൊളീഷൻസും എഫക്റ്റീവ് അല്ല. എഫക്റ്റീവായിട്ടുള്ള കൊളീഷൻസ്, ഫോർ എഫക്റ്റീവ് കൊളീഷൻസിൽ ദ കൊളൈഡിങ് മോളിക്യൂൾസ് ഷുഡ് ഹാവ് എ മിനിമം കൈനറ്റിക് എനർജി. എഫക്റ്റീവ് കൊളീഷനിൽ ഈ കൊളൈഡിങ് മോളിക്യൂൾസിന് ഷുഡ് ഹാവ് എ മിനിമം കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജീനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, ആക്ടിവേഷൻ എനർജി. അപ്പോൾ എന്താണ് ഇത്? പൊട്ടൻഷ്യൽ എനർജി, റിയാക്ഷൻ കോർഡിനേറ്റ് ലോഗ് കെ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ 2.303 RT പ്ലസ് ലോഗ് എ. ഓക്കെ, ലോഗ് കെ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ 2.303 RT അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആദ്യം അത് നോക്കാൻ വരട്ടെ. നിങ്ങൾ നെയിം റിയാക്ഷൻസ് ആദ്യം മുഴുവൻ പഠിക്കുക. അവരിപ്പോൾ ഒരു നെയിം റിയാക്ഷൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് പോയി കഴിഞ്ഞാൽ ആ നെയിം റിയാക്ഷൻസ് വന്നാലോ ഏതെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ നെയിം റിയാക്ഷൻസ് എല്ലാം പഠിക്കുക. യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. കാരണം കെമിസ്ട്രി നമ്മൾ ഇതിങ്ങനെ എഴുതി തന്നെ നോക്കണം, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മനം നോക്കിയിരിക്കേണ്ടി വരും. സോ എഴുതി പഠിക്കുക എല്ലാവരും. All the molecular collisions are not effective. For effective collision, the colliding molecule should have all collisions are not effective. All molecular collisions are not effective, but for effective collision, the colliding molecule should have a minimum kinetic energy called activation energy. Log K is equal to minus EA by log K is equal to minus EA by 2.303 RT plus log A. എന്താണ്? log K is equal to minus EA divided by 2.3 minus EA by 2.303 RT plus log A. K is equal to minus EA by 2.303 RT into plus log A. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി, റിയാക്ഷൻ കോർഡിനേറ്റ്.
ഇത് ആക്ടിവേഷൻ എനർജി. ഈ എ എന്നുള്ളത് പ്രൊഡക്റ്റ് ഇങ്ങനെ വന്ന് ബി എന്ന് പറഞ്ഞാൽ ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രൊഡക്റ്റായി മാറി. ആക്ടിവേഷൻ എനർജി കൊടുത്തപ്പോൾ ഇതിങ്ങനെ ഹൈലി നടന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആയിപ്പോയി. ഇത് പഠിക്കണം, ഈ ഗ്രാഫ് വരച്ച് പഠിക്കുക. ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫാണത്. സോ ഫസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. റിയാക്ഷൻ കോർഡിനേറ്റ് മുകളിലേക്ക് പൊട്ടൻഷ്യൽ എനർജി. എ വന്ന് ഇങ്ങനെ പോയി. ഓക്കെ, അതിലിതാ ഇവിടം തൊട്ട് ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ദൂരമാണ് എന്ത്, ആക്ടിവേഷൻ എനർജി. ഈ ദൂരമാണ് ഡെൽറ്റ എച്ച്. ഇത് എ, ഇത് സി, ഇത് ബി. ഇത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഒന്നുകൂടി വരച്ചോ. ഇത് ഗ്രാഫ് ഇങ്ങനെ ഇവിടേക്ക് റിയാക്ഷൻ കോർഡിനേറ്റ്, ഇവിടേക്ക് പൊട്ടൻഷ്യൽ എനർജി, മുകളിലേക്ക് റിയാക്ഷൻ കോർഡിനേറ്റ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. 1 2 3. ഈ ഒരു ഗ്യാപ്പാണ് ആക്ടിവേഷൻ എനർജി ഇ എ. ഇത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇത് എ, ഇത് ബി, ഇത് സി. ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ ഗ്യാപ്പ് ഡെൽറ്റ എച്ച്. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫ്, ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ് നേരത്തെ പോലെ തന്നെ. ഇവിടെ ലോഗ് എ, ഇവിടെ ലോഗ് കെ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 RT. സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 RT. ഇവിടെ 1/T ആണ് വരുന്നത്. എന്താണ് 1/T? എനിക്കിന്ന് അക്കൗണ്ടൻസി ആണോ എക്സാം? ഓ, പ്രാർത്ഥിക്കാം. അടിപൊളിയായിട്ട് എഴുതിയിട്ട് വായോ. ഇമ്പ്രൂവ്മെൻ്റ് ആണോ? ഓക്കെ. ചെല്ല്. ഇത് +2 ആണ്. യെസ്, +2. റിയാക്ഷൻ കോർഡിനേറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 RT. അപ്പോൾ ഇങ്ങനെയാണ് വന്ന ഗ്രാഫ്. ഇവിടെ ലോഗ് എ, ഇത് ലോഗ് കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇത് 1/T. സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ബൈ 2.303 RT. ഓക്കെ, ഇനി 4 പ്രോബ്ലംസ്. ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും പ്രോബ്ലം വരികയാണെന്ന് വെച്ചാൽ നമ്മൾ if K1 and K2 are the rate constant at a temperature T1 and T2 respectively, then log K2 by K1 is equal to EA divided by 2.303 R T2 minus T1 minus T1 T2 minus T1 divided by T1 T2. log K2 by, how can I improve my driving? +1, you are in ship. ഓക്കെ, 4 പ്രോബ്ലംസിന് നമ്മൾ എന്ത് ചെയ്യണം? if K1 K2 and rate constant at a temperature T1 T2 ആണെങ്കിൽ log K2 by K1 is equal to EA by 2.303 R T2 minus T1 divided by T1 T2.
log K2 by K1 is equal to EA divided by 2.303 R T2 minus T1 by T1 T2. ഓക്കെ, ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റും ഇതും കൂടി കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ. അമ്മീ വാതിലടച്ചിട്ടേ. ഓക്കെ, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്താ പറയുന്നത്? എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ്. കാറ്റലിസ്റ്റ് ഒരു സബ്സ്റ്റൻസ് ആണ് വിച്ച് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോ എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താ? കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ റെഡ്യൂസിങ് ആക്ടിവേഷൻ എനർജി ബിറ്റ്വീൻ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. Catalyst increases the rate of a chemical reaction. Rate of a chemical reaction 8 A catalyst is a substance which alters the rate of a reaction. Rate of a reaction. Catalyst is a substance which alters the rate of a reaction. A catalyst is a substance which alters the rate of a catalyst is a substance which a catalyst is a substance which alters the rate of a reaction without itself undergoing any permanent chemical change. Permanent chemical change വരുത്താണ്ട് without itself undergoing chemical permanent chemical change. A catalyst is a substance which alters the rate of a reaction. A catalyst is a substance which alters the rate of a reaction without itself undergoing any permanent chemical change. A catalyst increases. ഇത് മിക്കവാറും കാറ്റലിസ്റ്റിൻ്റെ ഭാഗം നാളെ എക്സാമിൽ കാണാൻ ചാൻസ് ഞാൻ കാണുന്നു. ഒന്നെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് തന്നിട്ടോ എന്തെങ്കിലും ചോദിക്കും. A catalyst is a substance which alters the rate of a reaction. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ് വിച്ച് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഓൾട്ടർ ചെയ്യുന്നു വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. കാറ്റലിസ്റ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചിന് പോകുന്നില്ല, പക്ഷേ റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഓൾട്ടർ ചെയ്യുന്നു. കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഓൾട്ടേഴ്സ് ദ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി ചേഞ്ച് ഇൻ any permanent chemical change. Without itself undergoing any permanent chemical change. And a catalyst increases the rate of a chemical reaction. Catalyst എന്താ ചെയ്യണേ? Rate of a chemical reaction കൂട്ടുന്നു. Catalyst increases the rate of a chemical reaction by reducing the activation energy between reactants and products. Catalyst എന്താ ചെയ്യണേ? Increases rate of a reactions increase ചെയ്യുന്നു. Catalyst increases the rate of a chemical reaction by reducing the activation energy between reactants and products. The catalyst increases the rate of a chemical reaction by reducing activation energy between reactants and products. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി നേരത്തെ പോലെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി. ശരിക്കും റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആവുന്നത് ഇങ്ങനെയായിരുന്നു. കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ, കാറ്റലിസ്റ്റ് ആവുമ്പോൾ ഇത്രയും സ്പീഡിൽ നടന്നു. അതാണ് ഇവിടെ കാണിക്കണം. ഇങ്ങനെയായിരുന്നു ശരിക്കും ഇത് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ കാറ്റലിസ്റ്റ് ചേർത്തുകൊണ്ട് സ്പീഡിൽ നടന്നു. റിയാക്ഷൻ പാത്ത് വേഗം നടന്നു. ഇങ്ങനെയായിരുന്നു പോവേണ്ടിയിരുന്നത്. വിത്തൗട്ട് കാറ്റലിസ്റ്റ് ഇത്രയും ദൂരം പോയി സഞ്ചരിച്ച് വരണമായിരുന്നു. പക്ഷേ കാറ്റലിസ്റ്റ് ചേർത്തപ്പോൾ വേഗം നടന്നു. ഓക്കെ, ഇപ്പോൾ റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ആയി. വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിങ് 10th? വിച്ച് ക്ലാസ്? ഏത് ക്ലാസ്സാണ് കണ്ടിരുന്നതെന്നാണോ? അതായത് നമുക്ക് സിലബസ് വേറെ ആയിരുന്നു. നിങ്ങളുടെ സിലബസ് ഇപ്പോൾ മാറിയില്ലേ? മറ്റേത് 10th ഞാൻ സ്കൂളിലത്തൊക്കെ കുറേ പഠിച്ചിരുന്നു. സ്കൂളിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്നു എല്ലാതും. നിങ്ങളുടെ ഇപ്പോൾ സിലബസൊക്കെ മാറിയില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പഠിപ്പിക്കണേന്നൊന്നും അറിയില്ല നേരെ. മറ്റേത്
എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ +1 പഠിക്കാനുള്ള എന്തൊക്കെയോ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു 10th. ഞങ്ങളുടെ +1 പഠിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ 10th പഠിക്കാനുണ്ടെന്നാണ് ഞാൻ കേട്ടത്. മിസ്സുമാരങ്ങനെ പറഞ്ഞു. അവിടുത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി. റിവിഷൻ ചെയ്യുന്നതല്ല, പഠിക്കുകയാണ്. റിവിഷൻ ചെയ്യാനായിട്ട് പഠിക്കണ്ട ഒരു വട്ടമെങ്കിലും, നല്ല റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ റിവിഷൻ ചെയ്യും? ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ്. ഭയമാണോ? വാട്ട് ഈസ് ഇറ്റ്? എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി, റിയാക്ടൻസ്, പ്രൊഡക്ട്സ്. റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ് ആകുമ്പോൾ ഇത്ര മതി. വിത്തൗട്ട് കാറ്റലിസ്റ്റ് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വേണം ഇത്. ഇത്ര എനർജി നമ്മൾ യൂസ് ചെയ്യണം. റിയാക്ഷൻ പാത്ത് വിത്തൗട്ട് കാറ്റലിസ്റ്റ്, റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ്. ഇവിടെ energy of activation with catalyst, energy of activation without catalyst. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി, എഫക്റ്റ് ഓഫ്. പഠിച്ച് കഴിഞ്ഞോ ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു? 1 കഴിഞ്ഞു, ഇപ്പോൾ 2. ഇനി അല്ല 2 പഠിച്ചിട്ടില്ല. 3 ചെയ്തു. 4 എഫ് ബ്ലോക്കിൻ്റെ പഠിച്ചിട്ടില്ല. ഡി ബ്ലോക്ക് മാത്രം നോക്കിയിട്ടുള്ളൂ. എഫ് ബ്ലോക്ക് പഠിക്കണം. 4, പിന്നെ 5 ഹാലോ അരീൻ പകുതി നോക്കിയിട്ടുള്ളൂ. 6, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3 ഓർഗാനിക് അല്ലേ, 2 ഓർഗാനിക്, ഫീനോളും ആൽക്കഹോളും പിന്നെ ആൽഡിഹൈഡ് കീറ്റോണും. അതിപ്പോൾ ഇരുന്ന് നോക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിലത്തെ ആദ്യം നെയിം റിയാക്ഷൻസ് എല്ലാം വൃത്തിക്ക് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് പഠിക്കണം. പിന്നെ ബയോമോളിക്യൂൾസ് അമൈൻസും പഠിച്ചു. കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചു, അത് അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ ബാക്കി ഇനി 2 വലിയ ഈ ഫീനോളുടേതും അത് ഇന്ന് പഠിച്ചിട്ട് നാളെ അങ്ങനെ തന്നെ എഴുതാനുള്ള പ്ലാനിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഇത് റിയാക്റ്റൻസ് ഇങ്ങനെ പ്രൊഡക്റ്റ് ആവേണ്ടത്, റിയാക്റ്റൻസ് ആക്ടിവേഷൻ എനർജിയുടെ കൂടെ ഇങ്ങനെ ടക് 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 ടക്. ഇങ്ങനെയാണ് ഗ്രാഫ് വരേണ്ടത്. ഇവിടെ നിന്ന് മുകളിൽ പോയി ഇങ്ങനെ, മുകളിൽ പോയിട്ട് ഇങ്ങനെ. ഈ ദൂരം ഇത് റിയാക്ഷൻ പാത്ത് വിത്ത് കാറ്റലിസ്റ്റ്,
reaction path without catalyst, reaction path without catalyst, with catalyst. Reaction path with the catalyst, without catalyst. Energy of activation with the catalyst, energy of activation without catalyst. Okay, ശരി. Important characteristic of catalyst: a small amount of catalyst can catalyze a large amount of reactants. A small amount of catalyst can catalyze a large amount of reactant. It catalyzes the spontaneous reaction but does not catalyze non-spontaneous reaction. A small amount of catalyst can be catalyze a large amount of reactant. Small amount of catalyst can be എന്ത് ചെയ്യാൻ പറ്റും? Can be catalyze a large amount of reactant. Small amount of catalyst can be catalyze through large catalyzes. A small amount of catalyst can catalyze large amount of in the reactants. Okay, small amount of catalyst can catalyze large amount of reactants. It catalyzes spontaneous reaction but it does not catalyze non-spontaneous reaction. It catalyzes spontaneous reactions but it does not catalyze non-spontaneous reaction. A catalyst does not change the equilibrium constant of a reaction, but it helps to attain the equilibrium faster by increasing rate of both forward as well as backward reaction. Catalyst ന്റെ പണി എന്താ? ഇക്ലിബ്രിയം ചേഞ്ച് ചെയ്യാന്നുള്ളതല്ല, ഇക്ലിബ്രിയത്തിലേക്ക് വേഗം എത്തിക്കാൻ നോക്കുക. കാറ്റലിസ്റ്റ് cannot be change the equilibrium constant of a reaction, but it helps to attain the equilibrium faster by increasing the rate of forward and as well as backward reaction. ഇനി collision theory എന്താണ്? The collision in which collide with sufficient kinetic energy. ഒരു സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജിയും പ്രോപ്പർ ഓറിയൻറ്റേഷനും വെച്ച് collision in which collide with sufficient kinetic energyയും proper orientation so as to facilitate breaking of bonds between reactants and formation of new bonds to form products as called effective collisions. എന്താണ് effective collisions? പിന്നെന്താണ് കൊളീഷൻ ഫ്രീക്വൻസി? പിന്നെന്താണ് കൊളീഷൻ? thus in collision theory activation energy and proper orientation of the molecules together to ആരോ വിളിക്കുന്നുണ്ട്, ആരത്? The collision in which collide with sufficient kinetic energy and proper orientation. Collision in which collide with sufficient kinetic energy and proper orientation so as to facilitate breaking of bonds between ചെയ്യുന്നുണ്ട് +1 ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി വന്ന് ഞാൻ എന്ത് കാണിക്കാനാണാവോ? എല്ലാം കൂടി കുത്തിത്തിരുകി പിറ്റേ ദിവസം എന്ത് പോയി എഴുതാനാ? എനിക്ക് മനസ്സിലാവണില്ല. എന്തേലൊക്കെ ഉണ്ടാവും. Collision in which collide with sufficient kinetic energy and proper orientation so as to facilitate breaking of bonds between collision in which collide with sufficient kinetic energy and orientation. Sufficient kinetic energy and proper orientation. Sufficient kinetic energy and proper orientation
so as to facilitate breaking of bonds between reactants and formation of new bond to form products are called effective collisions. +1 എത്ര ഉണ്ട് കെമിസ്ട്രി? എനിക്ക് 80-ൽ 70 ഉള്ളൂ. എൻ്റെ A+ പോയതാണ് കെമിസ്ട്രിയിൽ 2 മാർക്കിന്. പിന്നെ മറ്റേ എന്താ പറയുക, അയ്യോ ഇമ്പ്രൂവ്മെൻ്റ് അല്ലല്ലോ, അയ്യോ അതിനെന്താ പറയുക, മറന്നു. ഇമ്പ്രൂവ്മെൻ്റ് അല്ല, മറന്നു. collision in which collide with sufficient kinetic energy and proper orientation so as to facilitate in the breaking of bonds between reactants and ഓർഗാനിക് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഓർഗാനിക്കിന്ന് വരുമ്പോൾ നീ എന്ത് ചെയ്യും? ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ റിയാക്ട് ഇന്ന് പഠിച്ചോ? ഇന്ന് പഠിക്കാൻ സമയമുണ്ടല്ലോ ഓർഗാനിക്. ഞാൻ ഇന്ന് പഠിക്കണമല്ലോ, ഞാൻ അതുവരെ പഠിച്ചിട്ടില്ല. ടോട്ടൽ മാർക്സ് എക്സ്ട്രാ മാർക്സ് ഏതിൽ? between reactants and formation of new bond to form products. Formation of new bond to form products are called effective collision. Collision in which collide with sufficient kinetic energy and proper orientation so as to facilitate. യെസ്, റിവാലുവേഷൻ തന്നെ. റിവാലുവേഷന് ഞാൻ കൊടുക്കാൻ നിന്നാ, പക്ഷേ എന്നാലും 2-3 മാർക്കല്ലേ കയറുള്ളൂ. ആ 2-3 മാർക്ക് കയറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴും ജസ്റ്റ് A+ക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത പോലെ. അപ്പം അതിനും ഭേദം എഴുതാമെന്ന് വെച്ചിട്ടായിരുന്നു കൊടുത്തത്. പക്ഷേ ഇങ്ങനെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ എന്ത് കാണിക്കാനാ? മലയാളം എക്സാം കഴിഞ്ഞ് വന്ന് തലകുത്തി മറിഞ്ഞ് പോയി എഴുതണം. എനിക്കാണോ +1 ടോട്ടൽ പെർസെൻറ്റേജ്? എനിക്ക് 94 ഉള്ളൂ. ഓക്കെ. the number of അപ്പോൾ എന്താണ് എഫക്റ്റീവ് കൊളീഷൻ? എന്താ? കൊളീഷൻ ഇൻ വിച്ച് കൊളൈഡ് വിത്ത് സഫിഷ്യൻറ്റ് കൈനറ്റിക് എനർജി ആൻഡ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ സോ ആസ് ടു ഫെസിലിറ്റേറ്റ് ബ്രേക്കിംഗ് ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ റിയാക്ടൻസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ന്യൂ ബോണ്ട്സ് to formation of new bond to form products are called effective collisions. The number of collisions per second per unit volume of a reaction mixture is known as collision frequency Z. The number of collisions per second per unit volume. The number of collisions per second per unit volume. ചേച്ചി എനിക്ക് +1 29 ഉള്ളൂ. അപ്പോൾ എനിക്ക് +2 ഫുള്ള് മേടിച്ചാൽ കിട്ടുമോ? 29 അല്ലേ? 29ഉം 39 49ആയി. 49ഉം +2 മറ്റേ ഇതിനൊക്കെ ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ. ഏതാ ലാബിനൊക്കെ ഫുൾ മാർക്ക് വാങ്ങണം, 40 മാർക്കും വാങ്ങണം. പറ്റും, അത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അടുത്ത കൊല്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ലാബിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പോൾ 29 അല്ലേ? അപ്പോൾ 20 കൂട്ടി കഴിഞ്ഞാൽ 39 49ആയി. ഏതിൽ? 80-ൽ 49ആയി. നമുക്ക് കിട്ടേണ്ടത് നിനക്ക് പോരെ? 49ഉം പ്ലസ് അടുത്ത കൊല്ലത്തൊരു 20 മാർക്കും പ്ലസ് 40. 49 59 69 79 89 99 99ഉം 109 109 മാർക്കായി. 109ഉം എത്രയും വേണം 180ലേക്ക് എത്താൻ? നോക്കിയിട്ട് ചെയ്തു. 180-ൽ നിന്ന് 109 ഈ 20 കൂട്ടണ്ടേ? 49 49 പ്ലസ് 20 പ്ലസ് 40 പ്ലസ് എത്ര വാങ്ങണം? 55. നിനക്ക് എന്താണോ വേണ്ടേ? ലാബിൽ ഫുള്ളാണ്. ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ A+ ഫുള്ള് വാങ്ങിച്ചാൽ ഇപ്പോൾ 40ഉം
60 ഫുൾ മാർക്ക്? 169 ആവുള്ളൂ. ഇല്ല, നിനക്ക് A+ ആവില്ലേ? ആവുള്ളൂ. 169 ആവുള്ളൂ ഫുള്ള് വാങ്ങിച്ച. 180 വേണം. അപ്പോൾ ഇവിടെ നീ ഒരു 50 ആയാലും പറ്റില്ല. 55 വാങ്ങണം. എന്താ ഇവിടെ? അപ്പോൾ ഇവിടുത്തെ 20 മാർക്കോ? 60. 60ഉം ഇവിടുത്തെ ഒരു 20 കൂട്ടിയ 20. അവിടെ ഓൾറെഡി എനിക്ക് എത്ര മാർക്കുണ്ട്? 29 ഉണ്ട്. 29 35. നീ +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതണമെങ്കിൽ നീ ഒരു 40 വാങ്ങിച്ചാലാണ് +2 ഫുൾ മാർക്കും A മതിയെന്നാ. ഓക്കെ, A മതിയെങ്കിൽ ഫുൾ മാർക്ക് +2 വാങ്ങിച്ചാൽ മതി. അപ്പോൾ the number of collisions per second per unit volume of the reaction mixture is known as collision frequency. Rate of a reaction can be expressed as rate R is equal to ZAB e raised to minus EA by RT. ZAB e raised to minus EA by RT. Thus the collision theory activation energy and proper orientation of the molecules together determine the criteria for effective collision and hence the rate of the chemical reaction. Thus the collision theory, activation energy, proper orientation of the molecules together to determine criteria for an effective collision and hence the rate of the chemical reaction. ഇത് നാളെ ഒരു വട്ടം കൂടി വായിക്കണം, നല്ല കിട്ടുള്ളൂ. അപ്പോൾ ഈ പാഠം ഖതം ഹോ ഗയി. ഇനി നമുക്ക് പഠിക്കേണ്ടത് അതിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യം ഓർഡർ 1. മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് വന്നേക്കുന്നത് കൺസിഡർ ദ റിയാക്ഷൻ A plus B products. The reaction of first order with respect to A and reaction of first order with respect to A rate equation എഴുതണം. R എഴുതണം. reaction of first order with respect to A and second order with respect to B. എന്താ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് പ്രശ്നമാവും. എന്ത് എഴുതണം? റേറ്റ് ഇക്വേഷൻ R is equal to ആണ് എഴുതേണ്ടത്. R is equal to റേറ്റ് ഇക്വേഷൻ K Aയും Bയും. ഫസ്റ്റ് reaction is first order with respect to A. എന്താ വരും ഉത്തരം? നോക്കാം, നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം? A raised to ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ A raised to 1, സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ആണല്ലോ. ഓക്കെ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A, സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഹൗ റേറ്റ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് Aയും Bയും കൂട്ടി. കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂട്ടി, അതായത് R is equal to K into 2A. കോൺസെൻട്രേഷൻ കൂട്ടി 2B സ്ക്വയർ. അപ്പോൾ K 2A 4B സ്ക്വയർ വന്നു.
4 ഇൻറ്റു 2 8k എ ബി സ്ക്വയറായി 8 ടൈംസ് ആയപ്പോൾ ഈ R2 എന്ന് പറയുന്നത് 8 ടൈംസ് R1 ആയി. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ എ ഫസ്റ്റ് ഓർഡർ, ഇത് സെക്കൻഡ് ഓർഡർ. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം R0, പ്രെഡിക്റ്റ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇത് 0 ഓർഡർ. ഫസ്റ്റ് ഓർഡറിൻ്റെ നമ്മൾ ലോഗ് വെച്ച് പഠിച്ചതാണ് ഫസ്റ്റ് ഓർഡറിൻ്റെ. അല്ലേ യെസ്, ഇത് 0 ഓർഡറിൻ്റെ. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദ റിയാക്ഷൻ വിച്ച് ഫോളോ ദ എബോവ് ഗ്രാഫ്. ഏത് കൊടുക്കും? 0 ഓർഡറിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നോട്ട്. നമുക്കത് നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രി, zero order. Zero order. ഇത് order 3. Zero order ഇല്ല. ഫസ്റ്റ് ഓർഡർ, 0 ഓർഡർ. 0 ഓർഡറിന് എക്സാമ്പിളാണ് എന്ത്? 2NH3 gives N2 plus 3H2. R is equal to K into NH3, 0. That is order is equal to 0. Thermal decomposition of hydrogen iodide on gold surface. Thermal composition of hydrogen iodide on gold surface. ഹേ, ഫസ്റ്റ് 5 ചാപ്റ്റർ പഠിച്ചാൽ പാസ്. ഓ പിന്നെന്താ, ഫസ്റ്റ് 5 ചാപ്റ്റർ പഠിച്ചാൽ പാസ്സാവും. ലാബ് പിന്നെന്താ, ലാബ് ഫുള്ള് കിട്ടൂലോ. എനിക്ക് ഏതാ കിട്ടി? എനിക്ക് അമോണിയം കാർബണേറ്റ് ആണ് കിട്ടിയത്. നമ്മുടെ സ്കൂളിൽ ആകെ 4 സോൾട്ടാണ് വെച്ചിട്ടുള്ളൂ. അലുമിനിയം 4 സോൾട്ട്. അലുമിനിയം സൾഫേറ്റ് ഉണ്ടായിരുന്നു, അമോണിയം കാർബണേറ്റ് ഉണ്ടായിരുന്നു, അമോണിയം അസറ്റേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് ലെഡ് നൈട്രേറ്റ് ഉണ്ടായിരുന്നു. 4 എൻ്റെ ആൽക്കഹോൾ, ഫീനോളും മറ്റേ ആൽഡിഹൈഡ്, കീറ്റോൺ, ഇലക്ട്രോ കെമിസ്ട്രി ഒഴിച്ച് ഇപ്പോൾ ബാക്കിയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ തെർമൽ കമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓൺ ഗോൾഡ് സർഫസ്, അതിൻ്റെ ഓർഡറും 0 ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ വരുന്നത് ഏതാ? CH3COO, നേരത്തെ പഠിച്ച സാധനം. ഇതിൻ്റെ എക്സാമ്പിള് എവിടെ എഴുതുന്നുണ്ട്? എക്സാമ്പിള് CH3COO CH2CH3 പ്ലസ് H2O എന്താവും? CH3COOHും CH3CH2OH. K into CH3COC2H5. ഇതെന്ന് പറഞ്ഞാൽ 1, H2Oൻ്റെ 0. ശരി, ഓക്കെ. അത് പഠിച്ചില്ലേ? ഹൈഡ്രജൻ അയഡൈഡ് ഓർഡർ. തേർഡ് ഓർഡർ H2O 0. രസമില്ല.
എന്തേ ബാക്കിയുള്ളതൊക്കെയോ നിൻ്റെ? എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. Photochemical reaction between H2 plus Cl2 in the presence of HNu 2HCl. Decomposition of hydrogen. Decomposition of hydrogen iodide. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓ 40 പേരുണ്ട്. ഫിസിക്സ് എക്സാം കുഴപ്പമില്ലായിരുന്നില്ല. അതിൽ പ്ലസ് ടുവിൻ്റെ പ്ലസ് പോവും, രണ്ടും കൂടി കൂട്ടുമ്പോൾ ഉണ്ടാവും. എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. H2O2 ഉണ്ട് ഫസ്റ്റ് ഓർഡറിലുള്ളത്. കോമൺ എക്സാമ്പിൾസ് എങ്കിൽ ഡികമ്പോസിഷൻ ഓഫ് നൈട്രജൻ പെറോക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡ്. 2H2O2 gives 2H2O plus O2. 2H2O2 gives 2H2O plus O2. ഇതും എക്സാമ്പിളാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ. H2O2 gives 2H2O plus O2. 2H2O2 gives 2H2O plus O2. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിർത്താം. വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചോദ്യം ഇതിലുണ്ടനി. മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ. എക്സ്പ്ലെയിൻ ദ Pseudo ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് എക്സാമ്പിൾ. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചില്ല അല്ലേ? Pseudo ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പഠിച്ചു. ഏതാ? Pseudo ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻവേർഷൻ ഓഫ് കെയിൻ പിന്നെ പഠിച്ചത് CH3COO അതും ഏതാ? CH3COO CH2CH3 plus H2O gives CH3COOH plus CH3CH2OH. ഇതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. I hope I have a tough chemistry exam. കമ്പ്യൂട്ടർ സയൻസ് നല്ല എളുപ്പമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ക്വസ്റ്റ്യൻ പേപ്പറാണ്. These are the reactions which appears എന്താണ് pseudo first order appear to follow higher order but it actually follow first order kinetics. In these reactions the concentration of one of the reactant is large excess so as to change it so its change in concentration does not affect the rate of a reaction. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്നാണ് പറയുക. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. പ്ലസ് ടുവിന് നാളെയാണ് കെമിസ്ട്രി. കഴിഞ്ഞില്ലേ? മൂന്നാമത്തെ ചാപ്റ്ററിന് അത്രയല്ലേ ഉള്ളൂ. യെസ്, ബൈ. ഫിസിക്സ്, മലയാളം ഫിസിക്സ്, ഇതിൽ കെമിസ്ട്രി എവിടെയാ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി.
ഇതിൽ വന്നേക്കണ ചോദ്യം എന്തൊക്കെയാ? മെർക്കുറി സെല്ലിൻ്റെത് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇവിടെ അപ്ലൈ പ്രഷർ എടുത്ത റിവേഴ്സ് ഓസ്മോസിസ്. Desalination of water. Potential energy diagram showing the catalyst on activation energy. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ കാറ്റലിസ്റ്റ് ഓൺ ആക്ടിവേഷൻ എനർജി. ഇങ്ങനെ പോയി ഇങ്ങനെ, ഇങ്ങനെ പോയി ഇങ്ങനെയാണ്. ഇത് വിത്തൗട്ട് ഇത് പാത്ത് വിത്ത് കാറ്റലിസ്റ്റ്, ഇത് വിത്തൗട്ട് കാറ്റലിസ്റ്റ്. ഇവിടെ എത്ര എനർജി വിത്ത് കാറ്റലിസ്റ്റ്, എനർജി വിത്തൗട്ട് കാറ്റലിസ്റ്റ്. ഓക്കെ. Ambident ligand with one example. 2 or more donor atoms but only one binds at a time. പിന്നെന്താ ഉള്ളത് ഇപ്പോൾ പഠിച്ച പാഠത്തിൽ നിന്ന്? Arrhenius equation. K is equal to A raised to minus EA by RT. ഇവിടെ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ച log K2 by K1 is equal to EA by 2.303 R T2 minus T1 divided by T1 T2. Steroid postulates complex exhibited two types of valency, primary valency, secondary valency. Primary valency എന്ന് പറയുന്നത് പ്രൈമറി നെഗറ്റീവ് ആണ്. പ്രൈമറി എന്ത് കാണിക്കും? അയണൈസബിൾ ആണ്. സെക്കൻഡറി നോൺ അയണൈസബിൾ ആണ്. ഓക്കെ. സിസ്സും ട്രാൻസും ഉണ്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളത് സിസ് ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ്. ട്രാൻസിന് എന്താ പ്രശ്നം? ട്രാൻസ് നോൺ അല്ല, സൂപ്പർ ഇമ്പോസിബിൾ ആണ് ട്രാൻസ്. സിസ് എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. പ്രൈമറി ടർബിഡിറ്റി, ഗാറ്റർമാൻ കോച്ച്, ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആൽക്കഹോൾ, ഫിനോളിലത്തെ നെയിം റിയാക്ഷൻസ് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് ബാക്കി പഠിക്കാം. ദൂരം തേടും തനന തന തന തനന തന. ഇതാണ് ആൽക്കഹോൾ, ഫിനോൾ. ഇതിലത്തെ ആദ്യം നെയിം റിയാക്ഷൻസ് ഒക്കെ എവിടെയാണെന്ന് നോക്കൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഫിനോള് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി വെൽ. ഹൈഡ്രോബറേഷൻ അല്ലേ. പ്രൊപ്പീനെ എങ്ങനെ പ്രൊപ്പൻറ്റോളും പ്രൊപ്പനോളും ആക്കാം എന്നുള്ളത്. ഓക്കെ. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മെറ്റൽസ് ആസ്പിരിൻ ഉണ്ടാക്കാനുള്ളത് എസ്റ്ററിഫിക്കേഷൻ. Raymer-Kolb's reaction, Raymer-Tayman reaction. പിന്നെ ഇവിടെ ഉള്ളത് ഡൈല്യൂട്ട് HNO3 കുടിച്ചാൽ എന്തുണ്ടാവും? കോൺസെൻട്രേറ്റഡ് HNO3 കുടിച്ചാൽ എന്തുണ്ടാവും? കൊമേഴ്ഷ്യലി മെത്തനോൾ, വുഡ് സ്പിരിറ്റ്, എത്തനോള്. ഈതേഴ്സിൽ വില്യംസൺ സിന്തസിസും. ഇതാണ് മെയിൻലി വരുന്ന
റിയാക്ഷൻസ് അതാദ്യം പഠിക്കുക, എന്നിട്ട് ബാക്കി പഠിക്കുക. ഫീനോൾ, ആൽക്കഹോൾ. മറ്റേ ലൂക്കാസ് ടെസ്റ്റ് ഉണ്ടല്ലോ ടർബിഡിറ്റി വരുന്നത്, അത് ഇതിലല്ലേ? പ്രൈമറി ആൽക്കഹോളിലല്ലേ ലൂക്കാസ് ടെസ്റ്റ് ഏതിൽ വരുന്നത്? അല്ല അല്ലേ, അത് ആൽഡിഹൈഡ് കീറ്റോണിൽ തോന്നുന്നു, ഇതിലില്ല. ആൽഡിഹൈഡ് കീറ്റോണിലോ ലൂക്കാസ് ടെസ്റ്റ് ഇത് ഇല്ല. ആൽഡിഹൈഡ് കീറ്റോൺ ടോളറൻസ് ടെസ്റ്റ്, ലൂക്കാസ് ടെസ്റ്റ് ഇവിടെ തന്നെയായിരുന്നല്ലോ. ഹാലോ ആൽക്കീനിലാണോ? ലൂക്കാസ് ടെസ്റ്റ് ഇല്ല, ടോളറൻസ് ഇവിടെ തന്നെയാണ് ടർബിഡിറ്റി തരുന്നത്. യെസ്, മാർക്ക് ചെയ്ത് വയ്ക്കൂ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൽക്കഹോൾ ഫിനോൾ ചെയ്ത. യെസ്, ആദ്യം നമുക്ക് നെയിം റിയാക്ഷൻസ് പഠിക്കാൻ കൊടുത്താൽ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷനും അസഡിക് ഹൈഡ്രേഷനും ഫ്രം ആൽക്കീൻ, അതായത് പ്രൊപ്പീനിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കണം? പ്രൊപ്പൻ 2-ഓളും പ്രൊപ്പനോളും, ഇത് രണ്ടാണ് ഉണ്ടാക്കേണ്ട സാധനം. ഒരെണ്ണത്തിന് അസിഡിക് ഹൈഡ്രേഷൻ, ദാറ്റ് ഈസ് മാർക്കോണിക്കോസ് റൂൾ. മറ്റേത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ, CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് പ്രൊപ്പീൻ. അതിനെ നമുക്ക് H2O പ്ലസ് H+ഉം OH മൈനസും H2O. അപ്പോൾ എന്തായി? ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്ക് ഹൈഡ്രജൻ പോകുന്നു. CH3 CHOH CH3. അപ്പം എന്ത് കിട്ടി? പ്രൊപ്പൻ 2-ഓൾ കിട്ടി. എന്ത് ചേർത്താൽ മതി? H2O ചേർത്താൽ മതി. പിന്നെ H+, പ്രൊപ്പൻ 2-ഓൾ കിട്ടി. നമുക്ക് പ്രൊപ്പനോൾ വേണം. അതിനെന്ത് ചെയ്യണം? ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ചെയ്യണം. ഡൈബൊറൈൻ എന്താ സാധനം? HBH2 twice, CH3 CH ഡബിൾ ബോണ്ട് CH2. അതിലേക്ക് എന്ത് ചേർക്കണം? CH3
CH double bond CH2 plus എന്ത് HBH2 twice. HBH ഹൈഡ്രോ ഡൈബൊറൈൻ ആണ് HBH2 twice. പ്രൊപ്പീനെ ഈനെ പ്രൊപ്പനോളും പ്രൊപ്പൻ ടു ഓളും ആക്കാൻ വാട്ടർ ചേർത്താൽ മതി. പ്രൊപ്പനോൾ ഉണ്ടാക്കാൻ ഹൈഡ്രോബൊറേഷൻ ചെയ്യണം, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. അപ്പോൾ CH3CH2ലേക്ക് HBH2 ട്വൈസ് ചേർക്കുക. അപ്പോൾ എന്തുണ്ടാവും, ഇതന്നെ ഇത് 3 വേണം. അപ്പോൾ CH3CH ഡബിൾ ബോണ്ട് CH2 ട്വൈസ്. അപ്പോൾ എന്തുണ്ടാവും, CH3CH2 ത്രൈസ് B, H2O2 OH മൈനസ്. അപ്പോൾ 3 CH3CH2 OH പ്ലസ് BOH ത്രൈസ്. അപ്പോൾ എന്തായി, നമുക്ക് പ്രൊപ്പനോള് കിട്ടി. പ്രൊപ്പനോളും ഓർത്തോബോറിക് ആസിഡ്. ഇതൊന്നുകൂടി എഴുതി വയ്ക്കേ. CH3CH ഡബിൾ ബോണ്ട് CH2 ഡൈബൊറൈൻ HBH2 ട്വൈസ്. എന്നിട്ട് എന്ത് ചെയ്യണം, CH3CH ഡബിൾ ബോണ്ട് CH2 ട്വൈസ് CH3CH2 CH3CH2 ത്രൈസ് B. അത് കഴിഞ്ഞാൽ H2O2 OH മൈനസ്. അപ്പം എന്തുണ്ടായി, 3 CH3CH2 OH പ്ലസ് BOH ത്രൈസ്. ഒന്നും കൂടി എഴുതുക. ആദ്യം എഴുതേണ്ടത് പ്രൊപ്പീൻ CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBH2 ട്വൈസ് gives CH3CH2 then repeat double bond CH2 3 3 ഉള്ളൂല്ലേ, 2 മതി. CH3CH ഡബിൾ ബോണ്ട് CH2 3 B. അത് കഴിഞ്ഞിട്ട് എന്താ, H2O2 ചേർക്കുക. പിന്നെ എന്ത് ചേർക്കുക, H2O2 ചേർക്കുക, OH മൈനസ്. അപ്പം എന്തുണ്ടാവും, CH3 CH2 OH പ്ലസ് BOH 3. ഓക്കെ, ശരിയായി. ഇനി അടുത്തത് from cumene. It is very important. Industrial preparation of phenol. Aniline diazonium salt. NH2 NaNO2 HX 025 N2Cl H2O വാം കൊടുക്കുക OH N2 HCl HCl.
esterification. CH3OH plus CH3COCl gives CH3, ഇവിടെ പൊട്ടി, CH3O പിന്നെ COCH3 പ്ലസ് HCl. ഇതിനെ എഴുതുമ്പോൾ CH3COOCH3. അതാണ് എസ്റ്ററിഫിക്കേഷൻ. ഓൻ്റെ മുമ്പിൽ വെച്ച് പൊട്ടാം. CH3OH പ്ലസ് CH3COCl ഓൻ്റെ മുന്നിൽ വെച്ച് പൊട്ടി. എച്ചിൻ്റെ മുന്നിൽ O കഴിഞ്ഞ് പൊട്ടി. ദാറ്റ് ഈസ് CH3O ഇവിടെ OCCH3. ഇതേ COCH3 CH3OCOCH3 CH3COOCH3. ദാറ്റ് ഈസ് എസ്റ്റർ. ഇനി സാലിസിലിക് ആസിഡ് അൻഹൈഡ്രൈഡും എടുക്കുമ്പോൾ നമുക്ക് ആസ്പിരിൻ കിട്ടും. COOH ഈ ചാപ്റ്റർ നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ എഴുതി പഠിക്കണം. സോ നിങ്ങൾ പോയി എഴുതി പഠിക്കുക. ഓക്കെ, നല്ല കിട്ടുള്ളൂ. ഞാൻ എഴുതി പഠിക്കാം, പക്ഷെ നിങ്ങൾ എഴുതി പഠിക്കണ്ടേ? This. Chemical kinetics is a science that uses principle of chemistry. അപ്പോൾ എല്ലാവരും പഠിക്കൂട്ടോ പോയിട്ട്. ബൈ ബൈ.